بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعاه فالله هو اصطفاه يحدو أذكارك. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഇൻഷിഖാഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7, 8, 9 ആയത്തുകളാണ് ചർച്ച ചെയ്യുന്നത്. വിചാരണയെ സംബന്ധിച്ചാണ് ചർച്ച. വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ട ആളുകൾ ലഘുവായ വിചാരണ ചെയ്യപ്പെടുമെന്നും അവർ വളരെ സന്തുഷ്ടരായി സ്വന്തക്കാരിലേക്ക് ശേഷം മടങ്ങുമെന്നും അല്ലാഹു തആല പറയുന്നു. വിചാരണ എങ്ങനെയാണ്, അതിൻ്റെ ഘട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടാനക്കോടി മൃഗങ്ങളെ, ജന്തുക്കളെ, ജീവജാലങ്ങളെ ഖിസാസ് എടുക്കാൻ അവസരം കൊടുത്ത് മണ്ണായി മാറാൻ പറഞ്ഞതിനു ശേഷം, അവ മണ്ണായി കഴിഞ്ഞതിന് ശേഷം അടുത്ത നടപടി എന്താണ്? ഇനി വിചാരണ തുടങ്ങുകയാണ്. മനുഷ്യരുടെ വിചാരണ തുടങ്ങുകയാണ്. ആദ്യം വിചാരണ ചെയ്യുന്നത് അംബിയാ മുർസലുകൾ ആണ് എന്നാണ്. എന്തിനാ അംബിയാ മുർസലുകളെ വിചാരണ ചെയ്യുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെല്ലാവർ, അള്ളാഹുവിൻ്റെ സംരക്ഷണയിലുള്ള ആളുകളെല്ലാവർ. പിന്നെന്തിനാണ് അവർ വിചാരണ ചെയ്യുന്നത്? എല്ലാവർക്കിടയിലും നീതിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം. അതും അംബിയാ മുർസലുകളോട് ചോദ്യം ചെയ്യുന്നത് ബലാഗിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല കൊടുത്ത ദൗത്യം കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചില്ലേ എന്നൊരു ചോദ്യമാണ് അവരോട് ചോദിക്കുക. അതിലപ്പുറം ഒന്നും ഉണ്ടാവുകയില്ല. സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ വിചാരണയല്ല പ്രവാചകന്മാരോട് ഉണ്ടാകുന്നത്. സൂറത്തുൽ ആറാഫിൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഈ വിഷയം പറയുന്നുണ്ട്. ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. മുർസലീങ്ങളോടും നമ്മൾ ചോദിക്കും. അപ്പോൾ ഇത്രയും കൃത്യമായ നീതിയാണ് എന്ന് ബോധ്യപ്പെടുത്താനും അതാത് പ്രവാചകന്മാരുടെ ഉമ്മത്ത് ഇത് നിഷേധിക്കുമ്പോൾ അവരെ ഉത്തരം മുട്ടിക്കാനുമാണ് അല്ലാഹു തആല അവരെ ഈ ബലാഗിനെ കുറിച്ച് വിചാരണ ചെയ്യുന്നത്. കാഫിരീങ്ങളുടെ വീഴ്ചക്ക് അവർ തന്നെയാണ് ഉത്തരവാദികൾ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഞാൻ അയച്ച നബിമാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, സാക്ഷികളടക്കം പറഞ്ഞത് വിസ്തരിച്ചു കൊടുക്കാൻ, പരമോന്നത നീതിയുടെ കോടതിയാണിതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അമ്പിയാക്കൾ തെറ്റ് ചെയ്യാത്ത ആളുകളാണ്, മാസൂമ്യങ്ങളാണ് അല്ലേ? അപ്പോൾ അവരോട് സാധാരണഗതിയിലുള്ള വിചാരണയല്ല ഉണ്ടാകുന്നത്, ബലാഗിനെ കുറിച്ചുള്ള ചോദ്യം മാത്രം. അങ്ങനെ അമ്പിയാക്കളുടെയും അവരുടെ ഉമ്മത്തിൻ്റെയും ഒക്കെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല കൊണ്ടുവരും എന്നാണ്. എന്നിട്ട് ചോദിക്കും, ഈ ലൗഹുൽ മഹ്ഫൂദിലുള്ള എൻ്റെ വചനങ്ങൾ നിങ്ങൾ എന്തു ചെയ്തു? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, റബ്ബേ, ഞാൻ എല്ലാവർക്കും നീ പറഞ്ഞത് പ്രകാരം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. തൗറാത്ത് മൂസാ നബി കൊടുത്തിട്ടുണ്ട് അലൈഹിസ്സലാം, അല്ലെ? സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. ഖുർആൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് നബി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവേ എന്ന് പറയും ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന്മാർക്ക് നേരെ തിരിഞ്ഞ് അല്ലാഹു തആല ചോദിക്കും, അത്രേ, നിങ്ങൾ ഇതൊക്കെ ഈ നിൽക്കുന്ന നിങ്ങളുടെ ഉമ്മത്തികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ച് ഞാൻ എത്തിച്ചു കൊടുത്തു എന്ന് മറുപടി പറഞ്ഞു. ഇനി ചോദിക്കുന്ന ആരാ? ഇനി അമ്പിയാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ എത്തിച്ചു തന്നത് നിങ്ങളുടെ ഈ സമുദായങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? അവർ പറയും, അതെ യാ റബ്ബ്, ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു, ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ വചനങ്ങൾ ഞങ്ങൾ കൃത്യമായി പുള്ളി വ്യത്യാസമില്ലാതെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേട്ട ഒരു സംഭവമാണത്. ഹജ്ജത്തുൽ വിദാഇൻ്റെ അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് സഹാബികളോട്, അലാ ഹൽ ബല്ലഗ്തുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? സന്ദേശങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? അപ്പോൾ സഹാബത്ത് അതേ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് കൈയുയർത്തി, അല്ലാഹുമ്മ അഷ്ഹദ്, പടച്ചവനെ നീ ഇതിന് സാക്ഷിയാണ് എന്ന് അവിടെ പറയുകയും ചെയ്തു. അതായത് എത്തിച്ചു കൊടുത്തു എന്നതിന് അള്ളാഹുവിനെ സാക്ഷീകരിക്കാൻ വേണ്ടി പറയുകയാണത്. ആട്ടെ, അപ്പോൾ അമ്പിയാക്കളും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മറുപടിയും അമ്പിയാക്കളുടെ മറുപടിയും കഴിഞ്ഞാൽ പിന്നെ ഇനി ആരോടെ ചോദിക്കുക? സമുദായങ്ങൾക്ക് നേരെ തിരിഞ്ഞ് അല്ലാഹു തആല ചോദിക്കും, അത്രേ, നിങ്ങൾക്ക് എൻ്റെ നബിമാർ, ഈ നിൽക്കുന്ന നബിമാർ ഈ പറയപ്പെട്ട എൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു തന്നിട്ടില്ലയോ? ഇത് ചോദിക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തല്ലാത്ത സർവ്വ ഉമ്മത്തും ഇത് നിഷേധിക്കും എന്നാണ്.
സുബ്ഹാനല്ലാഹ്, ഇല്ല എന്ന് പറയുന്നു. നിന്നെക്കുറിച്ച് ഈ പ്രവാചകന്മാരൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല റബ്ബേ എന്ന് പറയും അത്ര ആളുകൾ. നബിമാരെ നിഷേധിക്കും അത്ര അവർ. ഈ അവസരത്തിലാണ് അല്ലാഹു തആല നബിമാരോട് ചോദിക്കുന്നത്, ഇവരിതാ നിങ്ങളെ നിഷേധിക്കുന്നു, നിങ്ങൾക്ക് സാക്ഷികളായി ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നതിന് സാക്ഷികളുണ്ടോ? അപ്പോൾ ആ പ്രവാചകന്മാർ പറയുമത്തെ ഉണ്ട്, ഞങ്ങൾ പ്രബോധനം ചെയ്തു എന്നതിന് സാക്ഷികളുണ്ട്. ആരാണത് എന്ന് ചോദിക്കും. അപ്പോൾ പറയുമത്രേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ഞങ്ങൾക്ക് സാക്ഷികളാണ്. അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, മുഹമ്മദ് നബിയുടെ ഉമ്മത്തോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെങ്ങനെയാണ് നിങ്ങൾക്ക് സാക്ഷികളാകുന്നത്? നിങ്ങൾക്ക് ശേഷം വന്ന ആളുകളല്ലേ അവർ? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾ പറയുമത്രേ, റബ്ബേ ഞങ്ങൾക്ക് സാക്ഷി നിൽക്കാൻ കഴിയും. കാരണം നിന്റെ കലാമിൽ പരിശുദ്ധ ഖുർആനിൽ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവർ പ്രബോധനം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ വായിച്ചതാണ്, ഓതിയതാണ്, ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ സാക്ഷി പറയുന്നു, ഇവർ അവരുടെ സമുദായങ്ങൾക്ക് നിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ മറ്റുള്ള ഉമ്മത്തുകൾക്ക് സാക്ഷികളാണ് എന്ന്. സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഈ വിഷയം പറയുന്നുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തെ നിങ്ങൾ ആളുകൾക്ക് സാക്ഷി പറയേണ്ടവരാണ്. ഈ ഒരു രംഗത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമായി, എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അമ്പിയാക്കൾ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് അവരുടെ സമുദായങ്ങൾക്കൊക്കെയും ബോധ്യപ്പെട്ടു. ഇനി അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, റബ്ബിനെക്കുറിച്ച് ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയാൻ ഒരു പഴുതും ബാക്കിയില്ല. കൃത്യമായി എല്ലാ പഴുതും അള്ളാഹു തആല അടച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അത്രേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അത്രേ, നബിയെ ഇത് ജിബ്രീലാണ്. അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഖുർആൻ അദ്ദേഹം എത്തിച്ചു തന്നിട്ടുണ്ട് എന്നും ഓതി തന്നിട്ടുണ്ട് എന്നും. അത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതേ റബ്ബെ എത്തിച്ചു തന്നിട്ടുണ്ട്, കൃത്യമായി എനിക്ക് പല തവണ ഓതി തന്നിട്ടുമുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഖുർആനോത്ത് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനോതുമെന്നാണ്, വളരെ സുന്ദരമായി എല്ലാവർക്കും കേൾക്കാവുന്ന തരത്തിൽ. പിന്നെ അതേപോലെ മറ്റുള്ള നബിമാരൊക്കെ അവരുടെ കിതാബുകൾ വായിക്കും എന്ന് നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തർ അവരുടെ കിതാബുകൾ വായിക്കും. ഇങ്ങനെ വായിച്ചിട്ടും സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അവരെ ചോദ്യം ചെയ്ത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഓരോ അമ്പിയാക്കം അവരുടെ കിതാബുകളെ വായിച്ചിട്ട് അതും അവരുടെ സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം സത്യനിഷേധികളായ ആളുകളെ കൂട്ടം കൂട്ടമായി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇത്രയും കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ? ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ വിളിക്കുകയാണ് ഇനി പണി. ഇനി ആളുകളെ വിചാരണ ചെയ്യാൻ തുടങ്ങുകയാണല്ലോ. പൊതുവായ വിചാരണ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വിചാരണ ഇല്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിൽ പോകുന്ന ആളുകളുണ്ട്. റബ്ബ് നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ, ആമീൻ ആമീൻ യാ റബ്ബ്. ഇനി അവരെ വിളിക്കുകയാണ്. അർശിൻ്റെ ആ ഭാഗത്തു നിന്ന് വിളിച്ചു പറയപ്പെടും എന്നാണ്. ഇന്ന് അറിയാൻ പോകുന്നുണ്ട് ആരൊക്കെയാണ് ഇവിടെ ആദരിക്കപ്പെടുന്ന ആളുകൾ. മനിൽ അക്രമുൽ യൗം, ശരിയായ ആദരവ് നേടുന്നവരാരാണ് എന്ന് ഇന്ന് മനസ്സിലാവാം. ദുന്യാവിന് പല നിരക്കും പല ആദരിക്കലുകളും ചടങ്ങലുകളും വലിയ ഭരണാധികാരികളും ഒക്കെ വലിയ വലിയ അവകാശവാദങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ശരി, അതൊക്കെ നിൽക്കട്ടെ. ഇന്ന് അറിയാം ആരാണ് ശരിയായി ആദരിക്കപ്പെടുന്ന ആളുകൾ അല്ലേ. ദുന്യാവിന് പലരും നിസ്സാരരായിരുന്നു, പക്ഷെ അവർ ഇവിടെ വലിയ വലിയ ആൾക്കാരാണ് ഇന്ന്. അതേപോലെ ദുന്യാവിൽ വലിയ വലിയ ആളുകളായവർ ഇന്നിവിടെ നിസ്സാരരാണ്. അങ്ങനെ ഓരോ വിഭാഗത്തെ അല്ലാഹു തആല വിളിക്കുമെന്നാണ് ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകാൻ. ആദ്യമായി വിളിക്കപ്പെടുന്നത് തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ ആളുകൾ. എവിടെ? കിടക്കപ്പായിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് ഇബാദത്തുകൾ മുഴുകിയിരുന്ന ആളുകൾ എവിടെ? അയ്നല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. പിന്നെ വിളിക്കപ്പെടും ഓരോ വിഭാഗത്തിനും ദിക്ർ കൊണ്ട് നടന്നവർ എവിടെ? സന്തോഷത്തിലും സന്താപത്തിലും അള്ളാഹിനെ സ്തുതിച്ചവരെവിടെ? ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഹിസാബില്ലാത്ത ആളുകളൊക്കെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ഡയറക്റ്റായിട്ട് അയക്കും. പിന്നെന്താ നടക്കുന്നത്? ഇനിയാണ് ഏടുകൾ വിതരണം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ പഠിച്ച ആയത്തിൽ പറഞ്ഞ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. കിതാബ് നൽകപ്പെടുകയാണ്. ഇനി ഏടുകൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. മഞ്ഞ് പോലെ പെയ്യുന്ന എന്നൊക്കെ കിതാബുകളിൽ കാണാം. പാടി വരലായിരിക്കും എന്നാണത്. സിജില്ല് എന്നാണ് ഖുർആൻ വേറൊരു സ്ഥലത്തിന് പ്രയോഗിച്ചത്.
റെക്കോർഡ് ചെയ്യപ്പെട്ട രേഖകൾ പാറി കയ്യിലോട്ട് വരുന്ന ഒരു തതായുർ സുഹഫ് നടക്കുന്ന ഒരു രംഗമാണ് ഇനി വരാൻ പോകുന്നത്. ഓരോരുത്തർ പേര് വിളിക്കുമെന്നാണ്, ബാപ്പാൻ്റെ പേര് കൂട്ടി വിളിക്കുമെന്നാണ്, ഏതു കയ്യിലേക്കാണെന്നും വിളിച്ചു പറയുമെന്നാണ്. ആ കയ്യിലേക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, തട്ടിപ്പറിച്ച് വാങ്ങാനൊന്നും പറ്റില്ല. സർവ്വ മനുഷ്യരിൽ നിന്നും ആദ്യം ഏട് വാങ്ങുന്നത് ആരാണ് എന്ന് നമ്മുടെ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏട് വേണ്ട, അതിന് മുമ്പേ സ്വർഗ്ഗത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് വിചാരണയില്ലാതെ തന്നെ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളല്ലേ, ശരിയാണ്. പിന്നെന്തിനാണ് അദ്ദേഹത്തെ കിതാബ് കൊടുത്ത് വിചാരണ ചെയ്യുന്നത്? അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. 10 ചില്ലാനം കൊല്ലം ഇസ്ലാമിക ഖിലാഫത്ത് കൊണ്ടു നടന്ന ആളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. കൃത്യമായ ഭരണമായിരുന്നു അന്ന് നടന്നത്, സത്യസന്ധമായ ഇടപെടലുകളായിരുന്നു നടന്നത് എന്ന് സർവ്വ ആളുകൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രം ഉമർ റളിയല്ലാഹു അൻഹു ഏടുകൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഏടുകൾ വാങ്ങുന്നത് അബൂ സലമ എന്ന സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു എന്നും ചില പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായി മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബി. അതുപോലെ തന്നെ ഇടത് കൈയിൽ കിതാബ് വാങ്ങുന്നത് ഈ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ് എന്നും കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ആ യാത്ര തടസ്സപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും ഒക്കെ വേർതിരിക്കാനും എല്ലാ നിലക്കും ദ്രോഹിക്കാനുമൊക്കെ തുനിഞ്ഞത് ഈ സഹോദരനായിരുന്നു. അതുകൊണ്ട് അയാളാണ് ആദ്യം ഇടത് കൈയിൽ ഏട് വാങ്ങുക എന്നും അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ വേറെയും അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. നമ്മൾ 1-2 വിവരങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി വിചാരണ നടക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലഘുവായ വിചാരണ എന്നൊരു വിഭാഗമുണ്ട്, പ്രയാസമുള്ള വിചാരണ എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗമുണ്ട്. ഹിസാബുൻ യസീറുണ്ട്, ഹിസാബുൻ അസീറുണ്ട്. എന്താണ് ഹിസാബുൻ യസീർ? വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ട ആളുകൾക്ക് ഹിസാബുൻ യസീറാണ് ഉണ്ടാവുക. ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ഹിസാബ് അറളിൻ, അത് മാത്രമായിരിക്കും, ഒരു കേവലമായ അവതരണം മാത്രം. ഇതൊക്കെ ചെയ്തില്ല, ഇതൊക്കെ നീ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവതരിപ്പിച്ചു കൊടുക്കും. അവസാനം ഞാൻ നിനക്ക് പുറത്തു തന്നു, നീ പോയിക്കോ എന്നും പറയും. അങ്ങനെയാണ് കാണിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. ഒരു കേവലമായ അവതരണം മാത്രം. ഈ വലതു കൈയിൽ കിതാബ് കിട്ടുന്നവർ തന്നെ പല രൂപത്തിൽ വിചാരണ ചെയ്യപ്പെടും എന്നൊക്കെ നമ്മുടെ കിതാബുകളിലുണ്ട്. ഒന്നാമത് വായിക്കും, എന്നിട്ട് അങ്ങനെ പോയിക്കോളാൻ പറയും, അത്ര തന്നെ. ഈ വിചാരണ തീരുമ്പോഴേക്കാണ് ഇവർക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഇവർ സുന്ദരന്മാരായിട്ടുണ്ടാകും, ഇവരുടെ മുഖത്തെ ശോഭ വർദ്ധിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, ഇത് വായിച്ചു തീരുന്ന സമയത്ത് മലക്കുകൾ അവർക്ക് വലിയൊരു കിരീടമണിയിക്കും. 40 മേൽവസ്ത്രങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അണിയിക്കപ്പെടും. പുറമെ കൈകളിൽ 3 വളകൾ അണിയിക്കപ്പെടും. സ്വർണത്തിൻ്റേതൊന്ന്, വെള്ളിയുടേതൊന്ന്, മുത്തിൻ്റേതൊന്ന്. ഇങ്ങനെ വളരെ സുന്ദരനായ രാജകുമാരനെ പോലെയാണ് സ്വന്തക്കാരായ ആളുകളിലേക്ക് മടങ്ങുക. അതാണ് അല്ലാഹു തആല ആയത്തിൽ പറയുന്നത്, വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. സ്വന്തക്കാരിലേക്ക് വളരെ സന്തോഷവാനായി മടങ്ങുമെന്നാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്ക് തിരിച്ചറിയില്ല എന്നാണ്, നീ എന്നെയാണോ ഇത് എന്ന് ചോദിക്കുമെന്നാണ്. സ്വന്തം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം വരെ. അത്രയും രൂപമൊക്കെ മാറി സന്തോഷത്തോടെ രാജകുമാരനെ പോലെ ഇവൻ സ്വന്തക്കാരായ ആളിലേക്ക് തിരിച്ച് പോവുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പറഞ്ഞല്ലോ, കൊടുത്തു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രം മറ്റുള്ള ആളുകൾക്ക് നേരെ സ്വർഗത്തിലേക്ക് വളരെ സന്തോഷവാനായി, അല്ലേ? അല്ലാഹു നമ്മളെ ഈ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ, ആമീൻ. വലിയ സ്ഥാനം തന്നെയാണിത്. വിചാരണയില്ലാതെ പോകുന്നവരെ പോലെ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക, അല്ലാഹുമ്മ യസ്സിർ ഹിസാബി എന്നാണ് നമ്മൾ പറയാറുള്ളത് പലപ്പോഴും വിചാരണയുടെ ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത്, അല്ലേ? അള്ളാഹു എൻ്റെ ഹിസാബിനെ നീ എളുപ്പമാക്കി തരണമേ എന്ന്. ഇതും കൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുക, അല്ലാഹുമ്മ ലാ തുഹാസിബിനി, പടച്ചോനെ നീ വിചാരണ ചെയ്യരുതേ എന്ന്. അതാണ് നമ്മൾ കാര്യമായിട്ട് ചോദിക്കേണ്ടത്. വിചാരണ ഇല്ലാത്തന്നെ സ്വർഗത്തിൽ പോണ കൂട്ടത്തിൽ പെടുത്തി തരണേ എന്ന് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ലാ തുഹാസിബിനി, എളുപ്പമാക്ക് എന്നത് ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ വിചാരണ കൂടാതെ എന്നെ കടത്താനുള്ള പരിപാടിയും പടച്ചോൻ ആ വിഭാഗത്തിൽ എന്നെ പെടുത്തണേ എന്ന് നമ്മൾ ദുആ ചെയ്യുക. അപ്പോൾ ജനങ്ങൾക്ക് പരമമായ നീതി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സജ്ജനങ്ങളായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വർഗം ഉറപ്പായ ആളുകൾക്കും അല്ലാഹു തആല ഏട് വായിപ്പിക്കുന്നു എന്ന് മാത്രം. അതൊക്കെയാണ് ഹിസാബുൻ യസീർ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വിഭാഗമാണ് ഹിസാബുൻ അസീർ. അത് വളരെ കണിശമായ വിചാരണയാണ്. മൻ നൂഖിഷ ഉദ്ദിബ, കണിശമായി വിചാരണ ചെയ്യപ്പെട്ടവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഔ ഖമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം,
കാഫിരീങ്ങൾക്കും മുഅ്മിനീങ്ങളിലെ ചില തെറ്റുകാരായ ആളുകൾക്കുമാണ് ഇത് നേരിടേണ്ടി വരിക എന്നും കിതാബുകളുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇനി എന്തൊക്കെയാണ് ഈ രേഖകളിൽ ഉണ്ടാവുക ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.